നമസ്കാരം. ഫുൾ ട്രക്ക് ലോഡിനെ കുറിച്ചിട്ടും ലെസ് ദാൻ ട്രക്ക് ലോഡിനെ കുറിച്ചിട്ടും ഡിസ്കസ് ചെയ്യുന്ന ഈ ഒരു വീഡിയോയിലോട്ട് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങൾക്കറിയാം, ഡൊമസ്റ്റിക് ലോജിസ്റ്റിക് മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട മൂന്നാമത്തെ മൊഡ്യൂളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ആദ്യമായിട്ട് നമുക്ക് ഫുൾ ട്രക്ക് ലോഡ് എന്താണെന്ന് മനസ്സിലാക്കാം. ഫുൾ ട്രക്ക് ലോഡ് എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാവുന്നതാണ്. ഫുൾ ട്രക്ക് ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ഒരു വാഹനം ഒരു കസ്റ്റമറിനായിട്ട് നമ്മൾ അസൈൻ ചെയ്ത് അദ്ദേഹത്തിന്റെ പ്രൊഡക്റ്റ് മാത്രം എത്തിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് ഫുൾ ട്രക്ക് ലോഡ് എന്ന് പറയുന്നത്. നിങ്ങൾ മനസ്സിൽ ഒരു വലിയ ട്രക്ക് കാണുക, ആ വലിയ ട്രക്കുകളിൽ ഒരേ സാധനങ്ങൾ ലോഡ് ചെയ്തതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ആ ലോഡ് ചെയ്ത സാധനങ്ങളെല്ലാം പോകുന്നത് ഒരൊറ്റ അഡ്രസ്സിലോട്ടോ ഒരൊറ്റ വ്യക്തിയിലോട്ടോ. അങ്ങനെയുള്ള ലോജിസ്റ്റിക് ഓപ്പറേഷൻ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ലോജിസ്റ്റിക്സ് ഓപ്പറേഷനെയാണ് നമ്മൾ ഫുൾ ട്രക്ക് ലോഡ് എന്ന് പറയുന്നത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ഇതിൽ നമ്മൾ ലാർജ് വോളിയം ഓർ ഹെവി ഗുഡ്സ് ആണ് ഇതിൽ ഡീൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഡയറക്റ്റ് ട്രാൻസ്പോർട്ടേഷൻ ഫ്രം ഒറിജിൻ ടു ദി ഡെസ്റ്റിനേഷൻ വിതൗട്ട് ഇന്റർമീഡിയറ്റ് സ്റ്റോപ്പ്. ഇടയ്ക്ക് സ്റ്റോപ്പ് ഒന്നുമില്ല. നമ്മളുടെ പ്രൊഡക്റ്റ് നമ്മൾ ഇവിടുന്ന് ലോഡ് ചെയ്യുന്നു, ലോഡ് ചെയ്തിട്ട് അത് നേരെ കസ്റ്റമറിലോട്ട് എത്തുന്നു. അതായത് ഇടയ്ക്ക് സ്റ്റോപ്പ് ഇല്ല എന്ന് പറയുമ്പോൾ വണ്ടി നിർത്തുന്നില്ല എന്നുള്ള മീനിങ് അല്ല കേട്ടോ. ഈ വണ്ടി നിർത്തിയിട്ട് വേറെയും പല പല കസ്റ്റമേഴ്സിന് നമ്മൾ പ്രോഡക്റ്റ് ഡെലിവർ ചെയ്യുന്നില്ല. പകരം ഈ വാഹനത്തിലുള്ള മൊത്തം ഗുഡ്സും ഒരൊറ്റ വ്യക്തിയിലോട്ടാണ് എന്ത് ചെയ്യുന്നത്, എത്തിച്ചേരുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഇതിന്റെ ഡോക്യുമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട, ഇപ്പൊ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. ഇതിന്റെ ഡോക്യുമെന്റേഷനിൽ പ്രധാനമായിട്ടും വരുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ബിൽ ഓഫ് ലാഡിങ്. ബിൽ ഓഫ് ലാഡിങ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇതിന് തൊട്ട് മുമ്പുള്ള വീഡിയോയിൽ. അതാണ് ബിൽ ഓഫ് ലാഡിങ്, ലീഗൽ കോൺട്രാക്ട് ഡീറ്റെയിലിംഗ് ഗുഡ്സ് ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ. അതുപോലെ തന്നെ മറ്റൊന്ന് വരുന്നത് ഫ്രൈറ്റ് ഇൻവോയ്സ് ആണ്. അഥവാ ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ, ഈ ഒരു ലോജിസ്റ്റിക്സ് ഓപ്പറേഷന് നമ്മൾ ചാർജ് ചെയ്യുന്നത് എത്ര രൂപയാണോ അതിന്റെ ബില്ലും കാര്യങ്ങളാണ് ഫ്രൈറ്റ് ഇൻവോയ്സ്. ദെൻ ലോഡ് പ്ലാന്. ലോഡ് പ്ലാൻ നിർബന്ധം അതിന്. കാരണം എന്താ ലോഡ് പ്ലാൻ അറിയോ, നമ്മളൊരു കണ്ടെയ്നറിലോട്ട് സാധനങ്ങൾ കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ കയറ്റിയ സാധനങ്ങൾ കണ്ടെയ്നറിൽ എവിടേക്കാണ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്നുള്ളത് ഒരു പ്ലാൻ ആക്കി തയ്യാറാക്കണം. കാരണം അത് അൺലോഡ് ചെയ്യുന്ന സമയത്ത് ഈ പ്ലാൻ ഇല്ല എന്നുണ്ടെങ്കിൽ ഐറ്റംസ് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അഥവാ ഇന്ന കോർണറിൽ ഇന്ന ഐറ്റം ആണ്, ഈ ഒരു സൈഡിൽ ഈ ഒരു ഐറ്റം ആണ് നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പ്ലാനിനെയാണ് ലോഡ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഫുൾ ട്രക്ക് ലോഡുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റ്സ് എന്ന് പറഞ്ഞ ബിൽ ഓഫ് ലാഡിങ്, ഫ്രൈറ്റ് ഇൻവോയ്സ്, ദെൻ ലോഡ് പ്ലാനുകളാണ്. ഇനി നമ്മൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഒരൊറ്റ ട്രക്ക് മൊത്തമായിട്ടും ഒരു കസ്റ്റമറിലോട്ട് പോകുമ്പോൾ ഇത് ഫാസ്റ്റ് ഡെലിവറിയാണ്. കാരണം ഇതിനൊരു ഇടയിൽ ഒരു കൺസോളിഡേഷൻ വരുന്നില്ല, വളരെ പെട്ടെന്ന് എത്താൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഹാൻഡ്ലിംഗ് ചാർജസ് കുറക്കാൻ സാധിക്കുന്നുണ്ട്. മിനിമൈസിങ് ഡാമേജ് ആൻഡ് റിസ്ക്. ഡാമേജും റിസ്ക്കും വരുന്നില്ല. എന്നാൽ ഇതിന്റെ ചാലഞ്ച് ആയിട്ട് പറയുന്നത് ഹയർ കോസ്റ്റ് ഇഫ് ദ ട്രക്ക് ഈസ് നോട്ട് ഫുള്ളി യൂട്ടിലൈസ്ഡ്. നമ്മൾ ട്രക്ക് മൊത്തം ഒരു കസ്റ്റമറിലോട്ട് കൊടുക്കുകയാണ്, ആ ട്രക്കിൽ ഫുള്ളി ലോഡ് ചെയ്യാൻ പറ്റാതെ ഒരു ഹാഫ് ലോഡ് ഒക്കെ ആണെങ്കിൽ അത് നമ്മളെ സംബന്ധിച്ച് നഷ്ടമാണ്. ഫുൾ ലോഡ് ആണെങ്കിൽ നമുക്ക് അത്ര കണ്ട് റവന്യൂ വരും എന്നുള്ളതും ഇതിന്റെ ഒരു പോസിറ്റീവാണ്. അതേപോലെ തന്നെ റിക്വയർ പ്രിസൈസ് പ്ലാനിങ് ടു അവോയ്ഡ് എംപ്റ്റി ബാക്ക് ഹോൾസ്. അഥവാ തിരിച്ചു വരുന്ന കസ്റ്റമറിലോട്ട് നമ്മൾ എത്തിച്ചതിന് ശേഷം ആ ട്രക്ക് തിരിച്ചിങ്ങോട്ട് വരാനുണ്ട്. അപ്പൊ തിരിച്ചു വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആ ട്രക്ക് എംറ്റി ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾക്ക് അത് കോസ്റ്റ് ഇൻക്രീസ് ചെയ്യും. അപ്പൊ നമ്മൾ എംറ്റി ട്രക്കിനെ തിരിച്ചു കൊണ്ടുവരാതെ അതിൽ മറ്റെന്തെങ്കിലും ഐറ്റംസ് ലോഡ് ചെയ്തിട്ട് റിട്ടേൺ ജേർണിയിൽ നമുക്ക് ഈ ഒരു ട്രക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. അങ്ങനെ റിട്ടേൺ ജേർണിയിൽ എംറ്റി ട്രക്ക്, അതിനെ അവർ വിളിക്കുന്നത് ബാക്ക് ഹോൾസ്, എംറ്റി ബാക്ക് ഹോൾസ് ആയിട്ട് തിരിച്ച് വരാത്ത രീതിയിൽ വേണം പ്ലാൻ ചെയ്യാൻ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് അതിന്റെ ഒരു വലിയ ലിമിറ്റേഷൻ ആണ്. ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, ട്രാൻസ്പോർട്ടിങ് 20 tons ഓഫ് മെഷീനറി ഫ്രം എ ഫാക്ടറി ടു എ കൺസ്ട്രക്ഷൻ സൈറ്റ്. ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിലോട്ട് നമ്മൾ 20 മെഷീനറി ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് അയക്കുകയാണ് ഒരൊറ്റ വണ്ടിയിൽ എന്നുണ്ടെങ്കിൽ ഇതിനെ നമ്മൾക്കൊരു ഫുൾ ട്രക്ക് ലോഡ് ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഇനി നമ്മൾക്ക് പറയാനുള്ളത് ലെസ് ദാൻ ട്രക്ക് ലോഡാ. ലെസ് ദാൻ ട്രക്ക് ലോഡ് എന്ന് പറയുമ്പോൾ അത് ഫുൾ ട്രക്ക് ലോഡിന് നേരെ ഓപ്പോസിറ്റാ. അതായത് ഒരു ട്രക്കില്, ഒരു കണ്ടെയ്നറിൽ വ്യത്യസ്ത കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് കയറ്റി അയക്കുന്നതിനെയാണ് ലെസ് ദാൻ ട്രക്ക് ലോഡ് എന്ന് പറയുന്നത്. ഇതിനെ ഫുൾ ട്രക്ക് ലോഡിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് ഫുൾ ട്രക്ക് ലോഡ് എൻറ്റയർലി അസൈൻഡ് ഓർ പ്യുവർലി അസൈൻഡ് ടു എ സിംഗിൾ കസ്റ്റമർ ആണെങ്കിൽ ഇവിടെ ഈ പ്രോഡക്റ്റ് ഇതിൽ ലോഡ് ചെയ്തിട്ടുള്ള ഗുഡ്സിന്റെ അവകാശികൾ പലരാണ്. അഥവാ ഒരു ട്രക്ക് യൂസ് ചെയ്യുന്നത് വ്യത്യസ്ത കസ്റ്റമേഴ്സിനാണ്. അതുകൊണ്ടാണ് ഇതിനെ ലെസ് ദാൻ ട്രക്ക് ലോഡ് എന്നറിയപ്പെടുന്നത്. ലെസ് ദാൻ ട്രക്ക് ലോഡിന്റെ ക്യാരക്ടറിസ്റ്റിക്സിലോട്ട് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും,
ഇൻവോൾവ് സ്മോളർ വോളിയം ഫ്രം മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ്. ഈ ട്രക്കില് ചെറിയ ചെറിയ വോളിയംസ് ആയിട്ട് ഒരുപാട് കസ്റ്റമേഴ്സിനുള്ള ഗുഡ്സ് ഈ ട്രക്കിൽ ഉണ്ട് എന്നുള്ളത് ഇതിന്റെ ഒരു പ്രത്യേകതയാണ്. മറ്റൊന്ന് പറയുന്നത് റിക്വയർ സ്റ്റോപ്സ് അറ്റ് ടെർമിനൽസ് ഫോർ കൺസോളിഡേഷൻ ആൻഡ് ഡീകൺസോളിഡേഷൻ. ഇതിൽ ഈ ട്രക്കുകൾ ഒരു ടെർമിനലിൽ എത്തിച്ചേരൽ അത്യാവശ്യമാണ്. ടെർമിനലിൽ എത്തിച്ചേരുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് വേണം വ്യത്യസ്ത കസ്റ്റമേഴ്സിനുള്ള ഗുഡ്സുകൾ വേറെ വേറെ ആക്കിയിട്ട് വീണ്ടും ഇത് കൊണ്ടുപോകാൻ. അപ്പൊ ഒരു പെർട്ടിക്കുലർ ടെർമിനലിൽ വരെ ഒരു ഗുഡ്സ് ഒരു വാഹനം ഇങ്ങനെ പോകും, ആ ടെർമിനലിൽ എത്തുന്നു, ടെർമിനലിൽ നിന്നും ഇത് ഡീകൺസോളിഡേറ്റ് ചെയ്യുന്നു, കസ്റ്റമേഴ്സിലോട്ട് പലതായിട്ട് തിരിയുന്നു. അപ്പോൾ ഇതാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് ഇതിന്റെ ഡോക്യുമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട ഡോക്യുമെന്റേഷനിലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഒരു മാസ്റ്റർ ബിൽ ഓഫ് ലാഡിംഗ് വേണം. മാസ്റ്റർ ബിൽ ഓഫ് ലാഡിംഗ് എന്ന് പറഞ്ഞാൽ ആ കണ്ടെയ്നറിന്റെ മൊത്തത്തിലുള്ള ഗുഡ്സ് അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങൾ അടങ്ങുന്ന ഡോക്യുമെന്റ് ആണ് മാസ്റ്റർ ബിൽ ഓഫ് ലാഡിംഗ്. അതിനു പുറമെ ഓരോ കസ്റ്റമേഴ്സിന്റെയും ബിൽ ഓഫ് ലാഡിംഗ് വേണം. ഓരോ കസ്റ്റമേഴ്സിന്റെ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ അടങ്ങുന്നതിനാണ് ഇൻഡിവിജ്വൽ ബിൽ ഓഫ് ലാഡിങ്സ് എന്ന് പറയുന്നത്. പിന്നെ വരുന്നത് ഫ്രൈറ്റ് ബിൽസ് ആണ്. അതായത് ഓരോരോ പാസഞ്ചേഴ്സിന് ഓരോരോ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്നും അവരുടെ ഗുഡ്സിന്റെ വെയിറ്റ്, ക്വാണ്ടിറ്റി, ക്വാളിറ്റി, അതിന്റെ പ്രൊട്ടക്ഷൻ, ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് അവർക്ക് ചാർജ് ചെയ്യുന്ന ഫ്ലൈറ്റ് ഇൻവോയ്സ് അഥവാ അവർക്ക് ചാർജ് ചെയ്യുന്ന ക്യാഷ് എത്രയാണ്, ഡെലിവറി ചാർജ് അല്ലെങ്കിൽ ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ വരുന്ന പ്രൈസ്, കോസ്റ്റ് എത്രയാന്നുള്ളത് കാണിച്ചുകൊണ്ടുള്ള ഫ്ലൈറ്റ് ബില്ലും കൂടെ ഇതിന്റെ കൂടെ ഡോക്യുമെന്റേഷനിൽ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ലെസ് ദാൻ ട്രക്ക് ലോഡുമായിട്ട് ബന്ധപ്പെട്ട 3 ഡോക്യുമെന്റ്സ്, ബിൽ ഓഫ് ലാഡിംഗ്, അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ ബിൽ ഓഫ് ലാഡിംഗ്, ഫ്ലൈറ്റ് ബില്ലും കൂടെ വരുന്നുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും പരിചയപ്പെടാം. അഡ്വാൻറ്റേജസിലോട്ട് വരുമ്പോൾ കോസ്റ്റ് ഇഫക്റ്റീവ് ഫോർ സ്മോളർ ഷിപ്മെന്റ്. ചെറിയ ഷിപ്മെന്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോസ്റ്റ് ഇഫക്റ്റീവ് ആണ്. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞാൽ ഫ്ലെക്സിബിൾ ഫോർ ബിസിനസ്സസ് വിത്ത് വാരിയിങ് നീഡ്സ്. ഇതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലാൻ. ഒരു സ്ഥാപനത്തിന് വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ, സർവീസുകൾ, കസ്റ്റമേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു നല്ല ലോജിസ്റ്റിക്സ് ഓപ്പറേഷനാണ്. എന്നാൽ ഇതിന്റെ ചാലഞ്ച് ആയിട്ട് കാണുന്നത് ലോങ്ങർ ട്രാൻസിറ്റ് ടൈം ഡ്യൂ ടു കൺസോളിഡേഷൻ. ഒരുപാട് വ്യക്തികളുടെ പ്രോഡക്റ്റ് ഉണ്ട്. അപ്പൊ ഇത് എത്തിക്കഴിഞ്ഞ് ഇതിനെ കൺസോളിഡേറ്റ് ചെയ്യുക, ഡീകൺസോളിഡേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത്, അഥവാ ഒരുമിച്ച് കൂട്ടുക പിന്നെ വേർതിരിച്ച് കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. അതുപോലെ തന്നെ ഹയർ റിസ്ക് ഓഫ് ഡാമേജ് ഓർ ലോസ് ഡ്യൂറിങ് ഹാൻഡ്ലിംഗ്. ഇത് ഒരുപാട് ഘട്ടങ്ങളിൽ ഒരുപാട് ടെർമിനലുകളിൽ ലോഡിങ് ആൻഡ് അൺലോഡിങ് നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ഡാമേജ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. ഇനി നമ്മൾക്ക് ഇതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എക്സാമ്പിൾ ഇവിടെ പരിചയപ്പെടാം. ഷിപ്പിംഗ് 500 kg ഓഫ് ഇലക്ട്രോണിക്സ് അലോങ് സൈഡ് അതർ ഗുഡ്സ് ഓൺ ദി ഷെയർഡ് ട്രക്ക്. ഞാനിപ്പം 500 kg ഓഫ് ഇലക്ട്രോണിക്സ് ഓർഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ഏതെങ്കിലും ഒരു ട്രക്ക് വ്യത്യസ്ത കസ്റ്റമേഴ്സിൻ്റെയുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ നാട്ടിലോട്ട് വരുന്നുണ്ടെങ്കിൽ ആ ട്രക്കിൽ എൻ്റെ സാധനം കൂടെ കയറ്റി അയക്കുന്ന രീതിയാണ് ലെസ് ദാൻ ട്രക്ക് ലോഡ്. അല്ലാണ്ട് ഒരു ട്രക്ക് എനിക്കായിട്ട് ബുക്ക് ചെയ്ത് കയറ്റി അയക്കുന്ന രീതിയല്ല ലെസ് ദാൻ ട്രക്ക് ലോഡ് എന്നുള്ളത് നിങ്ങൾ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി വെക്കണം. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഇൻഫോർമേഷൻ ഫ്ലോ അഥവാ FTL, ഫുൾ ട്രക്ക് ലോഡിന്റെയും ലെസ് ദാൻ ട്രക്ക് ലോഡിന്റെയും ഇൻഫോർമേഷൻ ഫ്ലോയാണ്. അതിൽ നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കുന്നത് ഫുൾ ട്രക്ക് ലോഡിന്റെ ഇൻഫോർമേഷൻ ഫ്ലോയാണ്. ഇതൊരു ലീനിയർ പ്രോസസ് ആണ്. ഷിപ്പർ, കയറ്റി അയക്കുന്ന ആള്, അദ്ദേഹം ഇൻഫോർമേഷൻ ക്യാരിയർക്ക് കൊടുക്കുന്നു. ക്യാരിയർ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് കൊണ്ടുപോകുന്ന ആള്. ഇത് എക്സ്പോർട്ടർ ആണ് ഷിപ്പർ. ക്യാരിയർ എന്ന് പറയുന്നത് ആ ഗുഡ്സ് കൊണ്ടുപോകുന്ന ആള്. ദെൻ റിസീവർ എന്ന ഗുഡ്സ് സ്വീകരിക്കുന്ന ആള്. പിന്നെ ഇതിൽ റിയൽ ടൈം അപ്ഡേറ്റ്സ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഗുഡ്സ് എവിടെ എത്തി എന്നുള്ളതൊക്കെ. അത് GPS, അതേപോലെ തന്നെ ടെലിമാറ്റിക്. നമ്മൾ മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്താണ് ടെലിമാറ്റിക് എന്ന് പറയുന്നത്. ടെലിഫോൺ ആൻഡ് ഇൻഫോർമാറ്റിക്സിന്റെ ഒരു കോമ്പിനേഷൻ ആണ് ടെലിമാറ്റിക് എന്ന് പറയുന്നത്. ദെൻ അതേപോലെ ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ, ഫോർ എക്സാമ്പിൾ ETA നോട്ടിഫിക്കേഷൻ. ETA നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ, ഏകദേശം എപ്പം ഈ ഗുഡ്സ് എത്തും എന്നുള്ള നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഇതിൽ ഇൻഫോർമേഷൻ ഫ്ലോയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇൻഫോർമേഷൻ ഫ്ലോ നടക്കുന്നത് ഷിപ്പർ, ക്യാരിയർ, റിസീവർ, അതേപോലെ തന്നെ ഈ പ്രോഡക്റ്റ് ട്രാക്ക് ചെയ്യാൻ നിങ്ങൾക്ക് GPS ടെലിമാറ്റിക്കോ ഉപയോഗിക്കാം. അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ നോട്ടിഫിക്കേഷൻ ഒക്കെ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി പറയുന്നത് ഇതിൽ ETA എന്താണെന്നാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ETA കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ETA എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ. ഒരു ഗുഡ്സ് എപ്പോൾ അവിടെ എത്തും എന്നുള്ള എസ്റ്റിമേറ്റഡ് ടൈം അറിയിക്കുന്നതിനെയാണ് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഏകദേശം എത്ര ദിവസം കൊണ്ട് ഏത് ഡേറ്റിന് ഇവിടെ കിട്ടും എന്ന് പറഞ്ഞാൽ ടൈം ഇല്ല, ഡേറ്റ് ഇല്ല, അതിനെയാണ് എസ്റ്റിമേറ്റഡ് ടൈം ഓഫ് അറൈവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് LTL ഇൻഫോർമേഷൻ ഫ്ലോനെ കുറിച്ചിട്ടാണ്. LTL ഇൻഫോർമേഷൻ ഫ്ലോ നിങ്ങൾ സ്ക്രീനിൽ നോക്കിയാൽ മനസ്സിലാവും. ഇതിൽ ഒരു കോംപ്ലക്സ് മൾട്ടി സ്റ്റേജ് പ്രോസസ്സാണ്. അഥവാ ഫുൾ ട്രക്ക് ലോഡ് FTL
നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലീനിയർ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ ഇതൊരു കോംപ്ലക്സ് മൾട്ടി സ്റ്റേജ് പ്രോസസ്സാണ്. ഇതൊരു എക്സാമ്പിളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഗുഡ്സുമായിട്ട്, ഷിപ്പർ എന്ന് പറയുന്ന നിങ്ങൾ ഗുഡ്സുമായിട്ട് ടെർമിനലിലോട്ട് എത്തുന്നു. ടെർമിനലിൽ നിന്ന് മറ്റു കസ്റ്റമേഴ്സിന്റെ ഗുഡ്സിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുന്നു. ടെർമിനലിൽ നിന്ന് മറ്റു കസ്റ്റമേഴ്സിന്റെ ഗുഡ്സ് എല്ലാം എത്തിയതിനു ശേഷം കാരിയർ ആ ഗുഡ്സുമായിട്ട് മൂവ് ചെയ്യുന്നു. കാരിയർ ആ ഗുഡ്സുമായിട്ട് പറഞ്ഞാൽ ഷിപ്പിംഗ് കമ്പനി ഗുഡ്സുമായിട്ടോ അതല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കമ്പനി അവരുടെ വാഹനവുമായിട്ട് മൂവ് ചെയ്തിട്ട് മറ്റൊരു ടെർമിനലിലോട്ട് എത്തുന്നു. ആ ടെർമിനലിൽ വെച്ചിട്ട് നമ്മൾ ഡീകൺസോളിഡേഷൻ നടക്കുന്നു. ഡീകൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ ഓരോരോ കസ്റ്റമേഴ്സിൻ്റെത് വ്യത്യസ്ത മേഖലകളിലായിട്ട് വ്യത്യസ്ത ഏരിയകളിലോട്ടായിട്ട് നമ്മൾ വേർതിരിച്ചു വെക്കുന്നു. എന്നിട്ട് അവസാനം അത് റിസീവറിലോട്ട് എത്തുന്നു. ഒന്നുകൂടെ പറയാം, ഷിപ്പർ ടെർമിനലിൽ എത്തുന്നു. ടെർമിനലിന് ഇതിന്റെ കൺസോളിഡേഷൻ, എല്ലാവരുടെ പ്രൊഡക്റ്റിന്റെയും കൺസോളിഡേഷൻ നടക്കുന്നു. എന്നിട്ട് കാരിയർ എന്ന് പറയുന്ന ലോജിസ്റ്റിക് കമ്പനി ആ ഗുഡ്സുമായിട്ട് മൂവ് ചെയ്യുന്നു. ആ ഗുഡ്സ് ഡെസ്റ്റിനേഷൻ ടെർമിനലിൽ എത്തുന്നു. ഡെസ്റ്റിനേഷൻ ടെർമിനലിൽ നിന്നും വ്യത്യസ്ത കസ്റ്റമേഴ്സിന് ആവശ്യമായിട്ടുള്ള ഗുഡ്സ് വേർതിരിക്കുന്നു. അത് റിസീവറിലോട്ട് എത്തിച്ചേരുന്നു. ഈ ഒരു പ്രോസസ് ആണ് LTL ഇൻഫർമേഷൻ പ്രോസസ്സിൽ സംഭവിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് RFID അതേപോലെ തന്നെ require tracking at each stages using barcode RFID. ഇതിൽ ഓരോ സ്റ്റേജസിലും നമ്മൾ ട്രാക്ക് ചെയ്യണം. ഓരോന്നും എവിടെ എത്തി. നമ്മൾ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അപ്പം ആ ഒരു രീതിയിൽ നമ്മൾ എല്ലാ സ്റ്റേജസിലും ഇത് ട്രാക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ സെൻട്രലൈസ്ഡ് സിസ്റ്റം ടു മാനേജ് മൾട്ടിപ്പിൾ കൺസൈൻമെന്റ്. വ്യത്യസ്ത കൺസൈൻമെന്റ്സുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഒരു സെൻട്രലൈസ്ഡ് സംവിധാനം എന്ത് ചെയ്യണം, ഇതിൽ ഏർപ്പെടുത്തേണ്ടതുണ്ട്. സെൻട്രലൈസ്ഡ് സിസ്റ്റം ടു മാനേജ് മൾട്ടിപ്പിൾ കൺസൈൻമെന്റ്. വ്യത്യസ്ത കൺസൈൻമെന്റുകൾ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഒരു സെൻട്രൽ സിസ്റ്റം ഇതിലെന്താണ് അത്യാവശ്യമാണ്. ഇനി നമ്മൾക്ക് നോക്കാനുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ടെക്നോളജിയാണ്. EDI ഓട്ടോമാറ്റഡ് ഡാറ്റ എക്സ്ചേഞ്ച്, അതേപോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ് പ്ലാറ്റ്ഫോം ഫോർ വിസിബിലിറ്റി അക്രോസ് ദി സപ്ലൈ ചെയിൻ. ഈ ടെക്നോളജികളൊക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾക്ക് അവസാനമായിട്ട് പറയാനുള്ളത് ഇതിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ആണ്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാം. അത് സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വായിച്ചു നോക്കാവുന്നതാണ്. ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ സമയം കളയുന്നില്ല. അപ്പോൾ ഇത്രയാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഈ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് FTL-ഉം LTL-ഉം അതിന്റെ ഡോക്യുമെന്റേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇൻഫർമേഷൻ ഫ്ലോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ മുൻപ് പറയാറുള്ളത് പോലെ ഇതിന്റെ ഒരു പ്ലേലിസ്റ്റ് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതായത് ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട മൊത്തം വീഡിയോസ്. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങളിത് കാണുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്, ഇതിന്റെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ പോയാൽ കാണാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ആ പ്ലേലിസ്റ്റ് കണ്ടതിന് ശേഷം അതിലെ മുഴുവൻ വീഡിയോസും വാച്ച് ചെയ്യുക. ഓക്കെ, താങ്ക് യു.